ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് മുണ്ടപ്പള്ളി പ്രപഞ്ചം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ പ്രോഗ്രാം കവർ ചെയ്യാനാണ്. നിങ്ങൾ ഇന്ന് ഇപ്പൊ അവര് ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് കാണാം. ഇതെന്ത് പ്രപഞ്ചമാണോ? ഇത് 90കളിൽ നിറഞ്ഞു നിന്ന സംഭവമാണ്. ഇപ്പം പൊടിതട്ടി എടുത്ത് ഇത്ര ഉഷാറായിട്ട് 2024 നിൽക്കുന്നേ അല്ലേ? ഇത് എന്തോ പറയാനുള്ള ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ മുൻകാലങ്ങളിൽ വളരെ നന്നായി പ്രവർത്തിച്ച് ഭയങ്കര ഗാനമേളയും പിന്നെ കബഡി മത്സരങ്ങളും തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും നല്ല ഒരു കായിക കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ക്ലബ്ബായിരുന്നു. ഉള്ളടക്കാലം കൊണ്ട് ഇത് ഇവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം ജോലിയും തേടിയെല്ലാം പോയി. അങ്ങനെ ഈ ക്ലബ്ബ് പിന്നെ പ്രവർത്തനം ഇല്ലാതായി. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങളിത് കൂടി വീണ്ടും ഇത് പുനർജനിച്ചു കൊണ്ടുവരികയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തില് കായിക കലാമത്സര രംഗങ്ങളിൽ ഇന്ന് ആൾക്കാർ പിള്ളേരിനെ ശ്രദ്ധിക്കുന്നില്ല. പിള്ളേർ മൊത്തം മൊബൈലിനകത്ത് ചുരണ്ടുന്ന ഒരു സംവിധാനത്തിലോട്ടാണ് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ വ്യത്യസ്തമായി ഈ നാടിനെ ഉണർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഉഷാറാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ്. അതായത് തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ഒരു വടംവലി മത്സരമാണ് ഇവിടെ നടക്കുന്നത്. വടംവലിയുടെ സമ്മാനത്തെ അതെ അതെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡും ഉണ്ട്. അതെ അതെ, ക്യാഷ് പ്രൈസും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങള് ആ വടംവലിയുടെ ആ ഗ്രൗണ്ട് നോക്കിയാൽ അറിയാം. ഏതാണ്ട് 30,000 രൂപയോളം ചെലവാക്കിയാണ് ആ പിച്ച് ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നത്. തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ഒരു വടംവലി മത്സരമാണ് ഈ മുണ്ടപ്പള്ളി ഗവൺമെന്റ് SKB UPSന്റെ ഗ്രൗണ്ടിൽ നടക്കുന്നത്. അല്ല, ആൾബലവും സാമ്പത്തിക ബലവും ഒക്കെ ആയിട്ട് അവരും മുന്നോട്ട് വന്നിരിക്കുന്നത് ഊർജിതമായിട്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നാളെ മറ്റന്നാളുമായിട്ടാണ് 17, 18 തീയതികളിലായിട്ട് 17, 18 തീയതികളിൽ നാളെയാണ് വടംവലിയും മറ്റേ പിന്നെ ഉറിയടിയും മറ്റു പരിപാടികളെല്ലാം നടക്കുന്നത്. മറ്റന്നാളാണ് ഗാനമേള ഒക്കെ നടക്കുന്നത്. സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്. സ്റ്റേജ് പ്രോഗ്രാമും പൊതുസമ്മേളനം ഉണ്ട്. കുറെ കാലമായിട്ട് ഇത് ഇത്ര വിപുലമായിട്ടൊന്നും ഇല്ലായിരുന്നു. 90കളിലാണ് കലാകായിക സാംസ്കാരിക എല്ലാ പരിപാടി. അതുപോലെ നമ്മള് ചികിത്സാ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ നാട്ടിലെ നമ്മൾ ചാരിറ്റി പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മളെ ക്ലബിലെ ഒരു കായിക മത്സരം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പിന്നെ വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ചികിത്സാ സഹായങ്ങളും മറ്റു കാര്യങ്ങളും നമ്മളൊരു കൈത്താങ്ങായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിന്നുപോയത് കൊറോണ സമയത്താണ് 2001 അതിന് മുന്നേ നിന്ന്. ഈ 90കളിൽ വളരെ പ്രസിദ്ധമായിട്ടുണ്ടായിരുന്ന ഈ മുണ്ടപ്പള്ളി പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ എവിടെ തന്നെ ഇപ്പൊ ചെന്നാലും ശരി പ്രപഞ്ചം മുണ്ടപ്പള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടുത്തേരാന്ന് വെച്ച് കഴിഞ്ഞാൽ മുണ്ടപ്പള്ളി പ്രപഞ്ചം മുണ്ടപ്പള്ളി എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി നമുക്കുണ്ടായിരുന്നു. ആ രീതിയിലായിരുന്നു ഇതിന്റെ പ്രവർത്തനം. അപ്പൊ കുറെ കാലമായിട്ട് ഈ ഇതിന്റെ പ്രവർത്തനം നിലച്ചു പോകുമായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കാലഘട്ടം. അന്ന് നമുക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല, നമ്മുടെ വീടുകളിലും ഇല്ല, നമുക്കും ഇല്ല. ഇപ്പൊ നമുക്ക് ഓരോരുത്തർ വിവിധ തരത്തിലുള്ള ജോലികൾ ഏർപ്പെടുന്നവരുണ്ട്, വിവിധ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്. അവർക്ക് അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഓണാഘോഷ പരിപാടി നടക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ 4-5 പേര് വേണം ഒരു പിരിവിന് വേണ്ടി വീട് കയറി ഇറങ്ങാൻ പോകേണ്ടത്. ആ സമയത്ത് നമ്മള് ഫോണ്ടയും ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പിരിവിന് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പൊ അതല്ല. നമുക്ക് എല്ലാവർക്കും ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു സ്പോൺസറാണ് സോണി ഇരിക്കുന്നത്. ഞങ്ങളുടെ ഗാനമേള സ്പോൺസർ ചെയ്യിക്കുന്ന സോണി. അങ്ങനെ ഓരോരുത്തരും ഫസ്റ്റ് പ്രൈസ് വടംവലിയുടെ സ്പോൺസർ നമ്മുടെ ക്ലബ് അംഗങ്ങൾക്ക് നേരത്തെ അത് നമ്മുടെ ക്ലബിന്റെ മുൻകാല പ്രവർത്തകരായിരുന്നു പ്രേംജിയും സുനിലും ഒക്കെ. ആദ്യ കാലഘട്ടങ്ങളിൽ അവരൊരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. അവരുടെ ഓർമ്മയ്ക്കായിട്ട് ആണ് നമ്മൾ കൂടുതൽ മത്സരങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇടക്കാലത്ത് നിന്ന് പോയി വീണ്ടും അത് പ്രേംജി മെമ്മോറിയലും അതുപോലെ സുനിൽ മെമ്മോറിയൽ നവറോളി ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള വടംവലി മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഈ രീതിയിൽ നമ്മളെ നാട്ടിലെ യുവജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇതൊരു മാതൃകയാക്കിക്കൊണ്ട് ഈ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടി ഒരു മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു ബ്ലഡ് ഡൊണേഴ്സ് ക്ലബ്ബ് രൂപീകരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക സഹായിക്കുക, അതുപോലെ ചികിത്സാധന സഹായം. ഇപ്പൊ തന്നെ ചികിത്സാധന സഹായത്തിന്റെ പറഞ്ഞപ്പോൾ ഒരാൾ സ്പോൺസറായിട്ട് ഇങ്ങോട്ട് വരികയാണ്. നമ്മുടെ അടുത്ത് പറയാണ് ഞങ്ങൾ ആ ചികിത്സാധന സഹായത്തിനുള്ള സാമ്പത്തികം ഞങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞ് സ്പോൺസറായിട്ട് ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ ഈ പിന്നെ ഓണാഘോഷത്തോടനുബന്ധിച്ച് തന്നെ 2 പേർക്ക് നമ്മുടെ ചികിത്സാധന സഹായം നൽകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കുറെ കാലമായിട്ട് സദ്യ ഉണ്ട് ചുരുണ്ടുകൂടി മൊബൈലും കണ്ടോണ്ടിരുന്ന ആൾക്കാരെ എല്ലാം ഉഷാറാക്കാൻ പോവാണ്. 2 ദിവസം അടിച്ചുപൊളിയുള്ള പ്രോഗ്രാമാണ്. എല്ലാരും പങ്കെടുക്കണം. പ്രപഞ്ചവും മുണ്ടപ്പള്ളിയും റെഡി ആയിട്ടിരിക്കുകയാണ്.
ആർപ്പ് ആ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും നമ്മൾ 2 ദിവസത്തേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും ഫുള്ളായിട്ട് പരിപാടിക്ക് കാണണം. സമാധാനപരമായിട്ട് പരിപാടി നമുക്ക് ഗംഭീരം. അതിനെല്ലാവരും നമ്മൾ ആദരവോടെ ക്ഷണിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ വടംവലിയുടെ പിച്ചാണിത്. 30,000 രൂപയോളം ചെലവാക്കി നിർമ്മിച്ച് അവര് 2024 വടംവലിക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ച് അവർ കറക്റ്റ് കെട്ടിവരച്ച് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഓപ്പൺ ആവത്തുള്ളൂ. ഇത് അടിപൊളി വടംവലിയാണ്. നല്ല നീളത്തിലുണ്ട്. ഒരു പടത്തിന് തന്നെ നീളമുണ്ടെന്ന് തോന്നുന്നില്ലേ? പ്രപഞ്ചം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അഖില കേരള പ്രപഞ്ചം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 2024 സെപ്റ്റംബർ 17, 18 തീയതികളിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ വിളംബര ഘോഷയാത്രയാണ് നടക്കുന്നത്. മുണ്ടപ്പള്ളി പ്രപഞ്ചം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അഖില കേരള വടംവലി മത്സരത്തോടനുബന്ധിച്ചുള്ള വിളംബര ഘോഷയാത്ര ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്ന പ്രിയമുള്ളവരെ, മുണ്ടപ്പള്ളി പ്രപഞ്ചം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അഖില കേരള വടംവലി മത്സരത്തിന്റെ വിളംബര ഘോഷയാത്ര ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. മാവലിയുടെ തൊപ്പി പോയത് മാവലി അടിച്ച് കാണാൻ തോന്നുന്നു. നമ്മുടെ പ്രപഞ്ചം നെല്ലുമകളിലെത്തിയപ്പോൾ ഓണാഘോഷ പരിപാടിയുടെ നെല്ലുമകളിലെത്തിയപ്പോഴുള്ള ദൃശ്യമാണ്. ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. കേരളത്തിലെ പ്രമുഖരായ ടീമുകൾ മാറ്റിവെക്കുന്ന അഖില കേരള വടംവലി മത്സരത്തിന്റെ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. മുണ്ടപ്പള്ളി പ്രപഞ്ചം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നാളെ നടത്തപ്പെടുന്ന വിളംബര ഘോഷയാത്ര ചെങ്ങമൻ ജംഗ്ഷനിലെത്തിയപ്പോഴാണ് ഗൈസ്. വിവിധങ്ങളായ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എല്ലാ നിവാസികളെയും മുണ്ടപ്പള്ളി സംബന്ധിച്ചിടത്ത് വടംവലിയിലെ ട്രോഫിയാണ് കടന്നു വരുന്നത് ഗൈസ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. കടന്നു ചെല്ലുകയാണ്. മുണ്ടപ്പള്ളി പ്രപഞ്ചം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നാളെ വിളംബര ജനാഗണം മാവലി ട്രോൾ ഇടണം കേട്ടോ. ബഞ്ഞിനെ അവിടെ കൊണ്ട് കേറ്റാം. ഓണാന്നല്ലോ മാമനാണ്. മാമനാണോ? മാവലി ആയില്ല. ക്ലബ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ
വിളംബര ഘോഷയാത്ര പൂർത്തിയായി തിരിച്ചെത്തിയിരിക്കുകയാണ്. ക്ലബിന്റെ പ്രസിഡന്റ് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ടോ? പ്രപഞ്ചം ട്രോഫിയുടെ ഒപ്പമുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി യാത്രയായിരുന്നു. ഭയങ്കര ഒരു വരവേൽപ്പ് പോലെയാണ് ഈ യാത്ര. നമ്മളിപ്പം വന്ന ജനങ്ങളെ എല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് നാളെ മറ്റന്നാളത്തേക്കും നമ്മൾ പ്രദേശമാകെ ഇളക്കി മറിച്ചാണ് ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നത്. അതെ അതെ അതെ, വൻപിച്ച ഘോഷയാത്രയായിരുന്നു. നമ്മുടെ സ്വന്തം മുണ്ടപ്പള്ളി പ്രപഞ്ചം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 2024 ഓണാഘോഷമാണ് സെപ്റ്റംബർ 17-18, അതായത് നാളെയും മറ്റന്നാളുമായിട്ട് നടക്കുന്നത്. വമ്പിച്ച കലാകായിക മത്സരങ്ങളാണ്, സാംസ്കാരിക സമ്മേളനമുണ്ട്, വടംവലി മത്സരമാണ്. വടംവലിയുടെ ഘോഷയാത്രയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. നമ്മുടെ നെല്ലിമുകൾ പ്രദേശവും തെങ്ങമ പ്രദേശവും എല്ലാം കവർ ചെയ്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. പിന്നെ വടംവലിക്ക് 3 സമ്മാനങ്ങളാണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. എവറോളിംഗ് ട്രോഫി ഉൾപ്പെടെ ഫസ്റ്റിന് 20,000 രൂപയും സെക്കൻഡിന് 15,000 രൂപയും തേർഡ് പ്രൈസ് 10,000 രൂപയും ആണ് നൽകുന്നത്. അപ്പം 2024 ഓണാഘോഷ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.